അർജുൻ, ആര്യന്റെ ഫോൺ നമ്പർ കിട്ടിയോ? ആ, ഫോൺ നമ്പർ ഒന്നും കിട്ടിയില്ല. പക്ഷേ വളരെ വിലപ്പെട്ട ഒരു വിവരം കിട്ടി. നാളെ ആര്യന്റെ കസിൻ മിഥുന്റെ വിവാഹമാണ്. നീ വെള്ളിയാഴ്ച പോവാറുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ച്. ഇതാണോ വലിയ വിലപ്പെട്ട കാര്യം? എന്റെ അർജുനെ, അവന്റെ കസിൻ കല്യാണം കഴിക്കുന്നതിന് നമുക്കെന്താ? ഇടോ, അമ്പലത്തിൽ തൊഴാനെന്ന മട്ടില് കല്യാണത്തിന്റെ സമയത്ത് അങ്ങോട്ട് ചെന്ന ആര്യനെ നിനക്ക് നേരിട്ട് മീറ്റ് ചെയ്തൂടെ? അപ്പൊ പിന്നെ അയാൾ വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ട് ഫോൺ നമ്പറൊക്കെ പരസ്പരം കൈമാറി ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് പിന്നെ ലൈൻ വലിച്ച് അങ്ങനെ അങ്ങനെ നിനക്ക് അങ്ങ് പിടിച്ച് കയറിക്കൂടെ? ആ, ഐഡിയ കൊള്ളാം. പക്ഷെ ഇങ്ങനൊരു കല്യാണം നടക്കുന്ന കാര്യം നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ വധുവിനെ സേഫായി ക്ഷേത്രത്തിൽ എത്തിക്കാനുള്ള ചുമതല എനിക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓ, സാധാരണ ഈ ഡ്രൈവിംഗ് ജോലികൾക്ക് ഞാൻ പോകാറുള്ളതല്ല. എങ്കിലും ഭരത് തന്നെ VVIPകളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഡ്രൈവർ യൂണിഫോമിൽ എന്നെ അയക്കാറുണ്ട്. ഞാൻ പിന്നെ ചെറുപ്പത്തിൽ തന്നെ കളരിയൊക്കെ പഠിച്ച ആളാണല്ലോ. ഈ കേരളം വിസിറ്റ് ചെയ്യുന്ന സെൻട്രൽ മിനിസ്റ്റർമാർ വരെ പറയുന്നത് ഞാൻ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ശത്രുക്കളെ പേടിക്കാതെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാന്ന. ഓ, എന്റെ അർജുനെ, നീ തള്ളി തള്ളി സെൻട്രൽ മിനിസ്റ്റർ വരെ എത്തി. ദയവ് ഇതൊന്നും മതിയാക്കടാ. ഓക്കേ, എന്തായാലും എന്റെ ആ കഴിവിനെ കുറിച്ച് അറിഞ്ഞപ്പോ സാക്ഷാൽ ആര്യം തന്നെയാണ് എന്നെ വിളിച്ച് കസിന്റെ വധുവിനെ സേഫായി ക്ഷേത്രത്തിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടത്. എടാ, പിന്നെയും തള്ളുന്നോ? ആര്യന്റെ കയ്യിൽ നിന്റെ ഫോൺ നമ്പർ പോലും ഇല്ലാതെ നിന്നെ അവൻ എങ്ങനെ വിളിക്കും? ആ സ്വാമിയങ്ങളുടെ മണിയടിച്ച് കിട്ടിയതാവും ഈ ജോലിയെന്ന് എനിക്കറിയാം. ആ, എന്തായാലും നീ ആ ഫാമിലിയുമായി കൂടുതൽ അടുക്കുന്നത് നല്ലതാ. അതുവഴി എന്നെ ആര്യനിൽ ലിങ്ക് ചെയ്യാൻ നിനക്ക് പറ്റും. യെസ്, അതാണ് പോയിന്റ്. ഞാന് ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കുന്നത് നിനക്ക് വേണ്ടിയാ. അത് നീ മറക്കരുത്. ഞാനൊന്നും മറക്കില്ല അർജുൻ. നിന്റെ ഈ ഫ്രണ്ട്ഷിപ്പ് മറന്നാ പിന്നെ ഞാനില്ല. ഞങ്ങളുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, നിന്റെ ലെവല് തന്നെ മാറും. അതൊന്നും വേണ്ട. എനിക്ക് നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട മാത്രം മതി. അത് പറ്റില്ല അർജുൻ. എനിക്ക് നിന്റെ ലെവല് മാറ്റിയേ പറ്റൂ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ SP ഗ്രൂപ്പിന്റെ കാറുകൾ മുഴുവൻ പിന്നെ നീയായിരിക്കും സർവീസ് ചെയ്യുന്നേ. ഹാപ്പി ആയില്ലേ? പിന്നെ ഭയങ്കര ഹാപ്പിയായി. സന്തോഷം കൊണ്ടേ എനിക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യ. എന്താ ചെയ്യാ? ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരി. ആര്യന്റെ വിവരങ്ങൾ അറിയാൻ ഞാൻ കാത്തിരിക്കും. ഇത് ശരിക്കും കിളി പോയതാണോ അതോ കിളി പോയതുപോലെ അഭിനയിക്കുകയാണോ? നീ എന്താ ആളെ പഠിപ്പിക്കാൻ നിൽക്കുക? ധ്വനിയുമായിട്ട് വഴക്കൊക്കെ മാറി വീണ്ടും റിലേഷൻഷിപ്പിലായോ? ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിന് എന്താണോ അർത്ഥം അത് തന്നെ. കൂടുതലാക്കണ്ട. ധ്വനിയും ഞാനും തമ്മിലുള്ളത് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. ഡീപ്നെസ് കൂടിയാ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പിൽ എത്തുന്നത്. പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് വേറെ ഒരു ഷിപ്പിലും എത്തില്ല. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. ഒത്തിരി ബഹളം വെച്ച് ആകെ കിളി പോയ മട്ടില് കുറെ വട്ട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതേ ഉള്ളൂ. ഈ നീ കരുതും പോലെ അല്ല ഭരത്തെ, വെറും ഒരു പാവം കുട്ടിയാ. അങ്ങനെയുള്ളവരെ മറ്റുള്ളവർക്ക് പറ്റിക്കാൻ വളരെ എളുപ്പാ. അത്തരം ചതിക്കുഴികളിൽ ഒന്നും ചെന്ന് വീഴാതെ അവളെ സേഫ് ആക്കേണ്ട ഒരു ചുമതല കൂടി എനിക്കുണ്ട്. അവള് പോലും അറിയാതെ ഞാനത് ചെയ്യുന്നുണ്ട്. എടാ, എങ്കിൽ പിന്നെ അവളെ നിനക്ക് പാർട്ണറായിട്ട് സ്വീകരിച്ചൂടെ? ഹേയ്, കല്യാണം എന്നൊക്കെ പറയുന്നത് വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു ബന്ധമല്ലേ. അതെന്നെ തേടി വരണം. എനിക്ക് വേണ്ടി ദൈവം തീരുമാനിച്ച പെൺകുട്ടി വേറെ എവിടെയോ ആണ്. എടാ, നിന്റെ ഈ തള്ളു സ്വഭാവം കുറയണമെങ്കിലേ ആ പെണ്ണ് നിന്നെ തേടി വരണം. അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂ. ചിലപ്പോൾ അവൾ നാളെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കാം.
അല്ലെങ്കിൽ ചിലപ്പോ ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നേക്കാം. എന്നാലും അവൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു ആലോചിക്കാനേ